അതിന്റെ സ്നേഹം അവിടെ കയറി കിടക്കുകയും ഇരിക്കുകയും ഒക്കെ രണ്ടുപേരും ഫോട്ടോ ഉണ്ടായിരുന്നു. അത് കാണും. ഒന്നും അറിയില്ലെങ്കിലും അതിനെന്തോ അറിയാം. അതെ, ഫോട്ടോ ഉണ്ടായിരുന്നു രണ്ടുപേരെയും ഫോട്ടോ. ഈ കല്ലറയിൽ ഇത് കയറുമായിരുന്നോ? ഇതാര് ഈ കല്ലറയിലുള്ളത്? ഇതിന്റെ പേരെന്തുവാ? ഇതിന്റെ പേര് ലക്കി. ലക്കി? ഈ കല്ലറയിൽ ആരാ ഉള്ളത്? പറ. മനുഷ്യരെക്കാൾ ബോധമുണ്ട്. ഈ കല്ലറയിൽ ആരാ ഉള്ളത്? അത് കണ്ടിട്ടില്ല. നീ കല്ലറയിൽ പോയി നക്കുന്നുണ്ടല്ലോ ലക്കി. നീ എന്തിനാ കല്ലറയിൽ പോയി നക്കിയത്? പറ, ആരാ ഉള്ളത് അതിൻ്റെ അകത്ത്? നിനക്കറിയാമോ ആരോ ഉണ്ടല്ലേ? നീ സുന്ദരിയാണല്ലോ. ആണോ പെണ്ണത്? ഇത് പെണ്ണ്. സുന്ദരി കുട്ടിയാണല്ലോ. ഏകദേശം 5 വർഷങ്ങൾക്ക് മുമ്പാണ് നെയ്യാറ്റിൻകര അതിയന്നൂർ നെട്ടത്തോട്ടം ലക്ഷം വീട് ഉന്നതിയിൽ ഒരു ദുരന്തം നടന്നത്. ഏറെ നാളായി കുടിൽ കെട്ടി കയറിക്കിടന്ന മണ്ണിൽ നിന്ന് ഇറങ്ങിക്കൊടുക്കണം എന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഇറക്കിവിടാൻ വന്ന അയൽക്കാരിയുടെ മുന്നിൽ ദേഹത്തൂടെ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്താൻ ശ്രമിക്കുകയായിരുന്നു 48കാരനായ രാജനും 45കാരിയായ അമ്പിളിയും. പോലീസ് സംഘം രാജന്റെ കയ്യിൽ നിന്ന് കത്തിച്ചു വെച്ച ലൈറ്റർ തട്ടിമാറ്റാൻ ശ്രമിക്കുന്നതിനിടെയാണ് ആ ലൈറ്ററിൽ നിന്നുള്ള തീ രാജന്റെയും അമ്പിളിയുടെയും ദേഹത്തേക്ക് വീണ് നിമിഷങ്ങൾക്കുള്ളിൽ ആ കൂരയ്ക്ക് മുന്നിൽ കത്തിച്ചൊലിക്കുന്ന 2 അഗ്നിഗോളങ്ങളായി അവർ മാറിയതെന്ന് മകൻ രഞ്ജിത്ത് പറയുന്നു. ഇതാണ് അയൽക്കാരിയായ വസന്തയുടെ വീട്. അവരുടെ ഭൂമിയാണ് എന്നും ഇവർ അവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കേണ്ടവരാണ് എന്നുമായിരുന്നു അവരുടെ വാദം. ഇന്നും അത് തന്നെ തുടരുകയും ചെയ്യുന്നു. എന്നാൽ ഇന്ന് രാജനുമില്ല, അമ്പിളിയുമില്ല. അനാഥരായ 2 കുട്ടികൾ. നമ്മളന്ന് വീഡിയോയിൽ കണ്ടതാണ്. ഇവിടെ അടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ മൃതദേഹത്തെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ അടക്കുള്ളൂ എന്ന് പറഞ്ഞ് തൂമ്പയെടുത്ത് കുഴികുത്തിയ ആ 16കാരനെ ആ വീഡിയോ ലോകമെങ്ങും പ്രചരിച്ചത് നമ്മൾ ആരും മറന്നിട്ടുണ്ടാവില്ല. രാജന്റെ തള്ളയ്ക്ക് 10 പൈസ തന്നില്ല. ഞാൻ ഇന്നും പിച്ച തട്ടിയാണ് ഞാൻ തിന്നോണ്ട് തിരിയണത്. എന്റെ രാജൻ കിടന്നപ്പോ എനിക്ക് ഒരല്ലലും ഇല്ല. ഞാൻ എന്തൊരു സാധനം ചോദിക്കണോ എനിക്ക് തരും. പിള്ളേരിപ്പം വാങ്ങിച്ചതും എനിക്കൊന്നും തരൂല്ല. അവരൊക്കെ ഇല്ല തരായി. ഇവിടെ 16 കെട്ടിടം, 32 പൊറുതി. ഈ 32 പൊറുതിക്കാർക്കും താക്കോല് കൊടുത്തു. പട്ടയവും താക്കോലും കൊടുത്ത്. പട്ടയം തരി. പിന്നെ ഇത് അയ്യോ, പട്ടിക്കെടുത്ത പണം കൊടുക്കണം. രാജന്റെ കടം തീർക്കണം. അതെന്തൊക്കെ എന്ന് പറഞ്ഞ് ചെയ്യും. ഇത് എപ്പോ പൊളിച്ചതമ്മ? ഇത് ഉച്ചയൊക്കെ ആയി അടിച്ചു പൊട്ടിച്ചത്. സ്വന്തമായിട്ട് അടിച്ചു പൊട്ടിച്ചു? കൂടത്തിന് അടിച്ചു പൊട്ടിച്ചത്. പിന്നെ എന്തോന്ന് കത്തിച്ചെന്ന് പറഞ്ഞു ഇവിടെ? അത് പേപ്പർ. അതൊക്കെ ഇവിടെ കിടന്ന് ഇപ്പൊ ഞാൻ വിളിച്ചിറക്കിയത്. ഇറക്കിയതാണ്. കണ്ട പേപ്പറ് എന്തരി എന്തരാ പേപ്പറുകളെ ഈ പാസ്ബുക്ക് എന്തരൊക്കെ 2പേരെയും പേര് നൽകി അക്കൗണ്ട് അതിനാ കത്തിച്ചത്. പിന്നെ അന്ന് ആ ദുരന്തം കേട്ടറിഞ്ഞു വന്ന ചാലക്കുടിക്കാരായ ഒരു സന്നദ്ധ സംഘടനയുടെ പ്രവർത്തകരാണ് ഈ വീട് ഇവിടെ വച്ചു കൊടുത്തത്. ഈ വീടും ശവക്കല്ലറയും പൊളിച്ചു മാറ്റണം എന്നാണ് ഇപ്പോൾ അയൽക്കാരിക്ക് അനുകൂലമായ കോടതിയുടെ വിധി വന്നിരിക്കുന്നത് എന്നാണ് രഞ്ജിത്ത് മാധ്യമങ്ങളോട് പറഞ്ഞത്. തൻ്റെ പ്രിയപ്പെട്ട മകനും കുടുംബവും ഇതുപോലെ ഒരു ദുരന്തത്തിലായതിൻ്റെ വേദനയിലാണ് ആ അമ്മ. ചെറുമകൻ രഞ്ജിത്ത് ഇന്ന് ഉച്ചവരെ വളരെ വലിയ മാനസിക പ്രക്ഷുബ്ധതയിലായിരുന്നു ഇവിടെ എന്നാണ് അമ്മ പറഞ്ഞത്. നമ്മൾ വാർത്തയിലൊക്കെ കണ്ടതാണ്. പാവങ്ങൾക്ക് നീതി നിഷേധിക്കുന്ന ഭരണ സംവിധാനങ്ങളോടും നീതിന്യായ വ്യവസ്ഥയോടുമൊക്കെ അവൻ വല്ലാതെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 11 മണിയോടെയാണ് ഈ ശവക്കല്ലറ അവൻ പൊളിച്ചിട്ടത്. എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ ഹൃദയത്തിലാണെന്നും ഇതിനകത്തൊന്നുമില്ലെന്നും ഒക്കെ അവൻ പറയുന്നത് നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ്. എന്താണ് ഈ ജീവിതത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള പൊരുളെന്ന് അറിയാൻ വേണ്ടി നമ്മളിവിടെ വന്നതാണ്. അതിനെ വാങ്ങിച്ച് കൊണ്ട് വീട്ടിൽ വെച്ചിരുന്നു. അതിനെ കൊടുത്താണ് ഞാനിപ്പോൾ എൻ്റെ പേരിൽ പട്ടയാക്കിയത്. എൻ്റെ പേരിൽ പട്ടയാക്കിയെങ്കിലും അമ്മയുടെ പേരിലെ പട്ട ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല. ആ വീട്ടിലേ ഉള്ളൂ, ഇവിടെ ഇല്ല. അപ്പൊ ഇത് സർക്കാർ ഭൂമിയല്ലയോ. ഇവിടെ എല്ലാം ഈ പെണ്ണും പിള്ള വാങ്ങിച്ചു കൂട്ടി നമ്മളെ എവിടെ നിന്ന് ഇറക്കാനാണ് ഇവള് ഈ കേസ് കൊടുക്കണത്. ഇവക്ക് വാങ്ങിക്കണം. അപ്പൊ എന്റെ മോൻ പറഞ്ഞ് ഇവള് എല്ലാം ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടിയല്ലയോ നിക്കണത്. അമ്മ ഇവിടെ പിന്നെ എങ്ങനെയാണ് ജപ്തിക്ക് വേണ്ടിട്ട് വന്നത്? ഇവിടെ ജപ്തിക്ക് വേണ്ടി വന്നതിന്റെ ഈ സംഭവങ്ങളൊക്കെ നടക്കും. ഇവൻ വന്ന് വച്ച് കെട്ടി വീട് വെച്ച് കെട്ടി.
വീട് വെച്ച് കെട്ടി 2.5 വർഷം വരെ ഇവിടെ ഓ താമസിച്ചു. അപ്പൊ ജപ്തിയല്ല, ഇറക്കി വിടാൻ വന്നത്. ഇറക്കി വിടാൻ വന്നു. ജപ്തിയല്ല. ഇറക്കി വിടാൻ വന്നു. അങ്ങനെയാണ് ഇത്. അവന്റെ ഭാര്യ മാനസിക രോഗിയും കൂടെ. കുട്ടിക്കാലം മുതലേ അമ്മ ഇല്ലാതെയാണ് ഈ പിള്ളേർ വളർന്നത്. കാരണം ഇവര് ഹോസ്പിറ്റലിലായിരുന്നു. അതെ, ഊളംപാറയായിരുന്നു. ഊളംപാറ. ഞാനാണ് കൂട്ടിയിരിക്കുന്നത്. എത്ര കാലം ഉണ്ടായിരുന്നു അത്? ഒരുപാട് കാലം ഞാനാണ് കൂട്ടിയിരിക്കണത്. അയ്യോ, എന്നെ ഈ വയ്യാതെ വരുമ്പോഴേ എന്നെ പെടുത്താത്ത പാടൊക്കെ പെടുത്തി എന്നെയും എൻ്റെ മോനെയും എൻ്റെ പിള്ളേരെയും ഒക്കെ. എന്നാ ഇതങ്ങ് മാറിക്കഴിയുമ്പോൾ പിന്നെ എന്നെ വന്ന് കിടന്ന് നാടിയിൽ തടവെക്കും, ഉമ്മമ്മയ്പും, ഒരു നേരം പോക്കായിരിക്കും. സത്യമായിട്ട് ഞാൻ പറയുന്ന കള്ളയിലൊക്കെ തിന്നാനും ഒക്കെ തരും. ഏകദേശം 10 വർഷക്കാലം ചികിത്സയിലായിരുന്നു. 10 കൂടുതൽ കാലം ചികിത്സയിലായിരുന്നു. ഊളംപാറ തന്നെ. അവിടത്തെ ആദ്യമേ വേറെയൊക്കെ കൊണ്ടുപോയി കോവളവും നെയ്യാറ്റങ്കരയും ഒക്കെ. പിന്നെയാണ് ഊളംപാറ. അവരുടെ പേരെന്താണ്? ആരാ? അതാ അമ്പിളി. അമ്പിളി. ഈ ചേട്ടന്റെ പേരോ? രാജൻ. രാജൻ അമ്പിളി. വീട്ടിൽ ഞാൻ സുധ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഈ അച്ചാമ്മയും അച്ഛനും കൂടെയാണ് 2 പിള്ളേരെ വളർത്തിയത്. രഞ്ജിത്തിനെയും ഒരു സഹോദരനുണ്ടല്ലോ. സഹോദരൻ തള്ള മാനസിക രോഗി. ഇതിനിടയ്ക്ക് ഇപ്പൊ അവൻ ഉണ്ടായിരുന്ന ചോദിക്കായിരുന്നു, ഈ ബോച്ചയൊക്കെ വന്നെന്തോ സഹായം. ബോബി വന്ന് ഒരു കാര്യം ചെയ്തില്ല. ബോബി കള്ളത്തില് സത്യമായിട്ട് എന്റെ പിള്ളേര് പിന്നീട് വിളിച്ചിട്ട് പോലും ഒന്ന് ഫോൺ എടുക്കാനോ സംസാരിക്കാനോ ഇതില്ല. ശ്രീകണ്ഠൻ നായർ എടുക്ക പറയണത് ഞാൻ TV വഴി കണ്ട്. ശ്രീകണ്ഠൻ നായർ ബോബിയുടെ അടുക്ക ചോദിക്കാണ്, ആ പിള്ളേർക്ക് വേണ്ടി കള്ളക്കൂട്ടങ്ങൾക്ക് വേണ്ടി അവിടെ പോയി നാണം കെട്ടല്ലോ എന്ന്. നാണം കെട്ടത് നമ്മളാണ് നാണം കെട്ടത്. ഈ കള്ളനെ ബോബിയെ വിളിച്ചു വരുത്തിയത് എന്റെ മോൻ. ഇതിപ്പോ എന്തിനാണ് ഇതിപ്പം അടിച്ചു പൊളിച്ചത്? ഇവിടെ നിന്ന് ഇപ്പം ഇത് മാത്രം അടിച്ചു പൊളിച്ച് ഇതും മാറ്റി കൊടുക്കേണ്ടി വരും, വീടും എല്ലാം മാറ്റണമെന്ന് പറഞ്ഞു പോലും എന്നവൻ പറയണം. അപ്പൊ വേറെ കോടതിയിലേക്കൊന്നും നമ്മൾ പോണില്ല. പണം എവിടെ? ആരെയിരിക്കണ പണം? എൻ്റെ വിഷം വാങ്ങിക്കാൻ പൈസയിലേക്ക് ഈ കണ്ട എല്ലാ ആളുകളും വന്ന്, ഈ കണ്ട മന്ത്രിമാരും സംസാരിച്ച്, ഈ രാജന്റെ തള്ളയ്ക്കെന്നേലും 10 പൈസ തന്നില്ല. ഞാൻ ഇന്നും പിച്ച വേണ്ടിയാണ് ഞാൻ തിന്നോണ്ട് തിരിയണത്. എൻ്റെ രാജൻ കിടന്നപ്പോൾ എനിക്ക് ഒരല്ലലും ഇല്ല. ഞാൻ എന്തൊരു സാധനം ചോദിക്കണോ എനിക്ക് തരും. പിള്ളേരിപ്പം വാങ്ങിച്ചതും എനിക്കൊന്നും തരൂല്ല. അവരൊക്കെ ഇല്ല തരായി. രാഹുൽ കടം കയറി മുങ്ങിയിരിക്കണ്. മൂത്തതാണ് രാഹുൽ. അവൻ കടം കയറി മുങ്ങിയിരിക്കണ്. സൊസൈറ്റിയിൽ നുള്ളോളം പൈസ കിട്ടും. അത് അവന് വണ്ടിക്ക് അടയ്ക്കണം. പിനോക്കിയോ ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയാണ് ഈ വീടെന്ന് വെച്ചുകൊടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. ബോബി ചെമ്മണ്ണൂരും ശ്രീകണ്ഠൻ നായർ സാറുമൊക്കെ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അന്നിവിടെ വന്നതാണ്. എന്നാൽ ഇത് തർക്കഭൂമിയാണെന്നും ഒരു കേസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അന്നവർ സഹായിക്കാതെ പിന്നോക്കം പോയത്. ഇവർ പറയുന്നത് എല്ലാം വൈകാരികമാണ്, മാനസികമായി തകർന്ന അവസ്ഥയിൽ നിന്ന് സംസാരിക്കുന്നതാണ്. അവർ നിന്ന മണ്ണുപോലും ഒലിച്ചുപോയി എന്ന തോന്നലിലാണ് അവരിപ്പോൾ ഉള്ളത്. പൊട്ടിച്ച് കല്ലറ പൊട്ടിച്ച്. കാരണം കോടതി വിധി അവർക്ക് എതിരായിട്ട് വന്നു. അല്ല എന്നാണ് രഞ്ജത്ത് പറയണത്. രഞ്ജത്ത് പറയണത്. രഞ്ജത്തെ ഞാൻ വിളിച്ച് പറഞ്ഞത് വക്കീല്, ഷീല വക്കീല്. അത് 5-6 പറഞ്ഞിട്ട് അത് തൊട്ടേ അവര് ഒരു മാനസികം തന്നെ. അത് തൊട്ടേ അവന് മാനസികം തന്നെ. ഷീലാക്കിയിട്ട് 7 ലക്ഷം രൂപ കേട്ടന്നു കൊണ്ടാക്കി കൊടുത്ത് ഒത്തുതീർപ്പിലാക്കി കൊടുക്കാം. എന്നാണ് പറയണത്. പിന്നെ ബാക്കി കാര്യമൊന്നും എനിക്കറിയില്ല. എൻ്റെ ആ പിള്ളേര് കളന്നെങ്കിൽ എനിക്ക് ഒരല്ലലും ഇല്ലായിരുന്നു തന്നെ. ഇപ്പൊ എന്നെ നോക്കാനും പാക്കാനും ആരുമില്ല. ഞാൻ ഇടയ്ക്ക് വിടുന്ന് കൈയൊടിഞ്ഞ് മെഡിക്കൽ കോളേജിലൊക്കെ പോയി അവിടെ നിന്ന് വന്ന് 2 കിലോ പപ്പടം കൊണ്ട് നടന്നിട്ട് ആക്കും വേണ്ട. സത്യമാണ്, ആക്കും വേണ്ട. നിങ്ങൾക്ക് കോടി കിട്ടിയല്ലോ. നിങ്ങൾ പപ്പടം വിറ്റാണോ ജീവിക്കുന്നത്? പപ്പടം വിറ്റി എനിക്കാരും തരാനില്ല. ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോകും, വാങ്ങിക്കൊണ്ട് പോകും. 2 കിലോ 3 കിലോ പപ്പടം കൊണ്ട് പോകും. ഒരുമിച്ച് വിൽക്കുന്നിടത്തുനിന്ന് വാങ്ങും. വാങ്ങിയിട്ട് വീടാന്തരം 1 കവർ 2 കവർ കൊണ്ടുകൊടുത്ത് വേണ്ടെന്ന് പറയണവരുണ്ട്, വാങ്ങിക്കണവരുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടതെന്ന് എങ്ങോട്ട് പോകുന്നതാണോ? അതെ, ഞാനാ. ഈ പിള്ളേർക്ക് വേറെ ഇല്ല.
കാര്യം എന്താന്ന് വെച്ചാൽ ഇത് പോയി കഴിഞ്ഞാൽ അതാണ് അവൻ ആദ്യം കയറിയത്. പിന്നെ അവര് തെരുവാണ്, രാജൻ കരഞ്ഞ് പറഞ്ഞെന്നൊക്കെ പറയണ അതാണ്. ഇത് സർക്കാർ ഭൂമി, ഇവക്കൊരു അധികാരമില്ല. ശരിക്കും പറഞ്ഞ നമുക്ക് അധികാരമില്ലാത്തിടത്തോളം കാലം ആ പെണ്ണും പിള്ളയ്ക്കും ഇല്ല. അവർക്കും ആ ഡോക്യുമെന്റ്സ് ഒന്നുമില്ല. എന്തോന്ന് ഡോക്യുമെന്റ്സ് സർക്കാർ കൊടുത്തത് ഓരോരുത്തർക്കല്ലേ കൊടുക്കുവരും. എനിക്ക് തോന്നുന്നു പണ്ട് ഈ സ്ഥലത്ത് അങ്ങനെ പട്ടയമൊന്നും കൊടുക്കാതെ ആൾക്കാർ വന്ന് താമസിച്ചു. ഇല്ല പട്ടയം കൊടുത്ത് തന്നെ താമസിച്ച്. പട്ടയം കൊടുത്ത് അത് ആണ്ടില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 40 വർഷത്തിന് പുറത്തായി. ആ കൊടുത്തതിന്റെ അന്ന് താക്കോല് വാങ്ങിച്ചതൊക്കെ ഞാനും എന്റെ ഭർത്താവും വന്നീ തന്നെ ഞങ്ങളുടെ ആ ഭൂമിക്ക് ഈ ഭൂമിക്ക് പട്ടയം കിട്ടിയില്ല. എല്ലാരും വന്ന് ഇതിനും കിട്ടി. എല്ലാരും വന്ന് പട്ടയ ഭൂമി തന്നെ. ഇത് നിങ്ങൾക്കും കിട്ടി ഇതിന്റെ പട്ടയ? ഇതിന്റെ പട്ടയ അല്ല, ഇത് ഏത് വന്ന ഒത്തി പറയമ്മ. കുഴപ്പമില്ല എനിക്ക് മനസ്സിലായില്ല. പട്ടയ എല്ലാ വസ്തുവിനും ഇവിടെ 16 കെട്ടിടം, 32 പൊറുതി. ഈ 32 പൊറുതിക്കാർക്കും താക്കോല് കൊടുത്തു. പട്ടയവും താക്കോലും കൊടുത്ത് പട്ടയം തരി. പിന്നെ ഇത് അയ്യോ താൽക്കാലികമുള്ള പട്ടയം കേട്ടാ, താൽക്കാലിക പട്ടയം. താൽക്കാലിക പട്ടയം അയ്യോ അതിനെന്തരാ പറയും, ഞാൻ മറന്ന്. വിവരാവകാശവും അല്ല വേറെ, അത് കൊടുത്തു. പഞ്ചായത്തിൽ അന്ന് നമ്മൾ 110 രൂപ അവിടെ അടയ്ക്കണം. 110 രൂപ അടയ്ക്കുമ്പോഴേ പട്ടയം കിട്ടും. അത് എന്റെ ഉണ്ട്, സാധനം ഉണ്ട്. അയ്യോ അത് കിട്ടും. അത് കിട്ടുമ്പം അത് വാങ്ങിച്ച് നമ്മൾ വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ 32 പൊറുതിക്കാർക്കും പട്ടയം കിട്ടി. അവരോരോരുത്തരും ഈ ഭൂമി ഉള്ളവർക്കല്ലേ പട്ടയം. നിക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രാജൻ എന്ന് പറയുന്ന ആളിനും അമ്പിളിക്കും പട്ടയം കിട്ടിയോ? ഇല്ല. അവർക്ക് ഒരിക്കലും പട്ടയവും കിട്ടിയില്ല, അവർക്ക് ഭൂമിയും ഇല്ല. അതാണ് ഇപ്പൊ വിഷമത്തിലാക്കിയത്. അവർക്ക് ഭൂമിയില്ല. രാജന്റെ പെണ്ണിനും ഭൂമിയില്ല. പറഞ്ഞ മനസ്സിലായ? പക്ഷെ അവരിവിടെ കിടക്കുകയായിരുന്നു, കുടി കിടക്കും പോലെ ഇവിടെ വന്ന് കിടന്നു. കുടി കിടക്കാൻ കാരണവും ഈ കൊണ്ട തന്നെ. കൊണ്ടാര വസ്തു എന്നും പറഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് എല്ലായിടവും കോട്ട മതിലുകൾ കെട്ടി. ഇതൊക്കെ കെട്ടാൻ അവക്ക് പണമുണ്ട്, അവളെ വീട്ടിനകം ചെയ്യാൻ അവക്ക് പണമില്ല. അതിനും സർക്കാരിൽ പോയി ഉള്ള കാര്യം. അവക്ക് കോട്ട കെട്ടാനൊക്കെ അവക്ക് പണമുണ്ട്. ഇതാണ്ട ലോലിക്കണ അയണി കാണാമോ? ഇപ്പം 1 മാസം ആയതേ ഉള്ളൂ. ആ അയണിക്ക് കേസ് മുറിച്ച് മാറ്റി കൊടുക്കാൻ. ഈ കണ്ടവന്റെ വസ്തുവിന് നിൽക്കുന്ന അയണി മുറിച്ച് മാറ്റി കൊടുക്കാൻ പറയാൻ ഈ കൊണ്ട ആരി. അതും അവിടെ നിന്ന് ഇവിടെ വന്നു. വസന്ത. അതാ ലക്ഷം വീട്ടിൽ താമസിക്കുന്നു. ഇവിടെ ഭാസ്കർ നഗർ വാർട്ടാണ്. ഭാസ്കർ നഗർ. ഞാൻ പൊങ്ങൽ വസന്ത. ഈ പൊങ്ങൽ വസന്തയ്ക്ക് ഈ നെട്ടത്തോട്ടത്ത് എന്തൊരു കാര്യം? ഇവിടെ ഭാസ്കർ നഗർ വാർട്ട്. ഇവിടെ എന്ത് കാര്യം അവക്ക്? ഞാൻ ഉറച്ചായി പോകും. ഞാൻ തിരുവനന്തപുരത്ത് പപ്പടം കൊണ്ട് വയ്യാലും ഞാൻ ഉറച്ച് തന്നെ ആയി പോകും. സത്യം. ഞാൻ അവിടെ ചെന്ന് പിച്ച കാട്ടെന്ന് പറയും പപ്പടം. പിച്ച ഇടുന്ന നേരത്തെ എനിക്ക് 10 രൂപ തരും. അവിടെ അപ്പുറത്ത് ഇത് വച്ചേക്കുന്നു ക്യാമറ. ഇങ്ങോട്ട് കിട്ടാൻ തരത്തിന് എനിക്ക് പറയാന്ന് അറിഞ്ഞൂടേ. ഞാൻ പള്ളിക്കൂടത്തൊന്നും പഠിച്ചില്ല. 70 വയസ്സുമായി. ഇനി ഞാൻ എങ്ങോട്ട് പോവായി? എന്ത് മോനെ വാ. ഇല്ല നിന്നെ എടുക്കൂല, വാടാ. ഓടല്ലേ. ഞാൻ എങ്ങോട്ട് പോകും? ഈ അമ്മ എന്ന് പറയുന്നത് ഇവിടെ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മരിച്ചുപോയ ആളിൻ്റെ അമ്മയാണ്. അവർക്ക് എങ്ങോട്ടും പോവാൻ ഒരിടമില്ല. അതാണ് അവരുടെ ഈ വിഷമവും സങ്കടമൊക്കെ അവർ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഈ കിട്ടിയ ഭൂമിയിൽ അവർക്ക് കിടക്കാൻ ഇനിയൊരു വാർദ്ധക്യത്തിൽ ഈ ജീവിതകാലം മുഴുവൻ എവിടെയെങ്കിലും അവർക്ക് കിടക്കണം. അതിനുള്ളൊരു ഓപ്ഷനാണ് ഇത്. അതെത്ര സെന്റ്? ഞാൻ ഇതിൻ്റെ മേളിൽ കയറി ഒന്നോ എടുക്കട്ടെ, അത് കാണാൻ, ആ വീട് കാണാൻ. മേളിൽ കയറാൻ പറ്റും?
ആ വലിയമ്മ എന്നെ വഴക്ക് പറഞ്ഞു കേട്ടോ, ഇത് ഏത് മന്ദബുദ്ധി എന്ന ഞാനിങ്ങനെ സംശയം ചോദിച്ചു. എനിക്കിത് മനസ്സിലാവണില്ല, അതുകൊണ്ടാണ്. ഇതാണ് ആ അയൽവക്കക്കാരി, അമ്മ പറഞ്ഞ വസന്തയുടെ വീട്. അവിടെ ആരുമില്ല. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവർക്ക് പറയാനുള്ളത് എന്തെന്നുകൂടി കേൾക്കാമായിരുന്നു. ഇവിടെ നിൽക്കുമ്പോൾ ഇത് ഈ മണ്ണിന് ആർക്കാണ് അവകാശം എന്നറിയില്ല. ഇവർക്ക് അവകാശമില്ലെങ്കിൽ അവർക്കുമില്ലല്ലോ അവകാശം. പിന്നെ എങ്ങനെയാണ് കഴിഞ്ഞ 4.5 വർഷം നടന്ന വ്യവഹാരത്തിനൊടുവിൽ ഇത് അവരുടേതാണ് എന്ന് കോടതി പറയുന്നത് എന്നതാണ് ഇപ്പോൾ ഒരു സംശയം. ചില സാങ്കേതികമായ കാര്യങ്ങളുണ്ട്. കോളനി എന്ന വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, ഉന്നതി എന്ന് വേണം പറയാൻ. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ പേര് ലക്ഷം വീട് കോളനി എന്നാണ്. ഈ നാട്ടിലെ അംഗങ്ങൾക്ക് 4 സെൻറ്റോ 5 സെൻറ്റോ വീതം ഡിവൈഡ് ചെയ്ത് കൊടുത്തതാണ്. അത് മറ്റൊരാൾക്ക് പ്രമാണം ചെയ്യാനോ വിൽക്കാനോ സാധ്യമല്ല എന്നാണ് എൻ്റെ അറിവ്. മറ്റൊരാൾക്ക് കൊടുത്ത ഭൂമിയാണെങ്കിൽ, ഒരു സുകുമാരൻ എന്ന് പറയുന്ന ആളിൻ്റെ വസ്തുവാണ് ഇത് എന്ന് പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ സുകുമാരൻ്റെ കയ്യിൽ നിന്ന് നിശ്ചിത വില കൊടുത്ത് അയൽക്കാരിയായ വസന്ത ഇത് വാങ്ങിയിട്ടുണ്ടാവണം. അങ്ങനെ വിനിമയം ചെയ്യാൻ സാധിക്കുമോ സർക്കാർ ഭൂമി? ഇവർ പറയുന്നത് സർക്കാർ ഭൂമിയാണ് എന്ന്. അവരെങ്ങനെ ഇത് വാങ്ങും എന്ന് എനിക്കറിയില്ല കേട്ടോ. അറിയുന്നവർ ഇതിനെക്കുറിച്ച് കമന്റ് ചെയ്യൂ. അന്നടിച്ചോണ്ടിരുന്നത് വെള്ളം കുടിക്കാനും അതെ, എനിക്ക് 1 രൂപ ആരും തന്നില്ല. ഒരു സന്യാസി 5000 രൂപ തന്നു. ഒരു 10 ലക്ഷം രൂപ ഗവൺമെന്റ് കിട്ടിയതാണ്. അത് പിള്ളേരെ 2 പേരെയും പേര് വെച്ച് നെയ്യാറ്റക്കരയിൽ അവിടെ കിടക്കണം. അവിടെ കിടക്കണം. അതിന്റെ ഉണ്ടേനെ ഇപ്പൊ ഇവിടെ കത്തിച്ചിട്ടത്. എന്നാ അതൊന്നും വേണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്കിതൊന്നും വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ ഈ ചട്ടവും ബഹളവും അവന് വിഷമായി പോയി. കാരണം അവന് ഇറങ്ങി പോവേണ്ടി വരുന്ന. അതെ അതെ, ആ വിഷമത്തിൽ തന്നെ കട്ട. അവരപ്പോഴും എല്ലാവരും സർക്കാർ വരെ അവർക്ക് വേണ്ടിയാണ് സപ്പോർട്ട് എന്നുള്ളത് എന്റെ പിള്ളേക്ക് തോന്നിയിട്ടുണ്ട് കട്ട. എനിക്ക് പിന്നെ അറിഞ്ഞൂടാ ബാക്കി കാര്യമൊന്നും. ഇറങ്ങി പോവാൻ പറഞ്ഞതൊക്കെ ആ ഒരു വിഷമത്തിലായിരുന്നു. അല്ലാത്തതൊന്നുമില്ല, വിഷമം തന്നെ. അപ്പൊ ഞാൻ ഇത് അമ്മ പറയുന്നത് ഞാൻ ഇടും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മ നിരാലംബയാവുകയാണ് ഈ വാർദ്ധക്യത്തില്. ഞാനും എന്ന് പറഞ്ഞാൽ എന്നെ നോക്കാൻ ആരുമില്ല. രാഹുലിന് ഒരു കപ്പാസിറ്റിയിലേ എന്റെ പിള്ള പൊന്നുമല്ല നോക്കുമായിരുന്നു. അവൻ ഒരു നിവൃത്തിയില്ല. അവന്റെ പൈസ കിടക്കുന്നത് അവിടെ. അതിനെ എടുത്ത് ചിലാക്കാക്കോ അവന് വേറെ ഒരു മേൽക്കതിയില്ല. ഇത്ര പൈസയും ഉണ്ട് 2 പേരിക്കും കൂടെ, വേറെ മേൽക്കതിയും ഇല്ല. പിന്നെ എന്ത് ചെയ്യും? ഇവിടെ വെച്ചാണോ അവര് തീ കൊളുത്തിയത്? ഇവിടെ വെച്ചാണ് തീ കൊളുത്തിയത്. അന്ന് അമ്മയോട് ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ പപ്പടം കൊണ്ടുപോയിരുന്നു. അത് ശരി. അന്ന് ഇങ്ങനെ പോലീസ് വന്നപ്പോൾ ഇവര് മണ്ണെണ്ണ ഒഴിച്ച എന്തരാണെന്ന് ആരും. അമ്മ അപ്പൊ രഞ്ജിത്ത് ഇന്ന് വരൂലെന്ന് പറഞ്ഞിട്ടാണോ പോയേ? അമ്മ ഇന്ന് രഞ്ജിത്ത് വരൂലെന്ന് പറഞ്ഞിട്ടാണോ പോയേ? വരൂല. രാഹുലും വരില്ല. 2 പേരും തന്നെ പോയത്, കൊണ്ടാക്കാൻ പോയത്. ഇവിടെ വയലന്റ് ആയത് കണ്ടേ, അങ്ങോട്ട് കൊണ്ടാക്കാൻ പോയത്. അവിടെ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ അവിടെ? ചാലക്കുടിയിലുള്ള ആളുകളായി വീട് വെച്ച് തന്ന പാർട്ടി. അവരുടെ അടുത്ത് പോയി. ഞാൻ ഈ അമ്മ പറഞ്ഞത് കുറച്ചിടും. എന്തിനാന്നറിയാമോ? നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ആരുമില്ലാത്ത അവസ്ഥ. അതെ, ഇവിടെ ഒരുത്തരി വന്നല്ലേ, എത്ര പേര് വന്ന്. ആ അമ്മയുടെ അനുവാദം ചോദിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. കോടതിയിൽ അങ്ങനൊരു വിധി വന്നു എങ്കിൽ അതിന് കാരണമാകുന്ന ചില വിചാരണകൾ നടന്നിട്ടുണ്ടാവണം. തെളിവുകൾ ആണ് കോടതിയിൽ വേണ്ടത്. ആ തെളിവുകൾ ഇവരുടെ പക്ഷത്ത് ഇല്ലാതായി പോയിട്ടുണ്ടാവണം. ഇതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കും അന്ന് വന്ന സാമൂഹ്യ പ്രവർത്തകരും ഇവരെ സഹായിക്കാൻ വന്നിട്ടും തിരികെ പോയത്. പക്ഷെ ഗവൺമെൻറ്റിൻ്റെ സഹായം കിട്ടി. ഒരു കുട്ടിക്ക് 5 ലക്ഷം രൂപ വെച്ച് 2 പേർക്കും 10 ലക്ഷം ബാങ്കിലുണ്ട് എന്നാണ് ഈ അമ്മ പറഞ്ഞത്. പിന്നെ മൂത്ത കുട്ടിക്ക് ഏതോ ഒരു സർവീസ് സഹകരണ ബാങ്കിലോ മറ്റോ സൊസൈറ്റിയിലാണ് എന്ന് പറയുന്ന കേട്ടു. ഒരു ജോലിയും കിട്ടി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഈ ഭൂമിയിൽ നിന്ന് ഇവർ ഇറങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ്. ഞാനും എന്ന് പറഞ്ഞാൽ എന്നെ നോക്കാൻ ആരുമില്ല. രാഹുലിന് ഒരു കപ്പാസിറ്റിയിലേ എന്റെ പിള്ള പൊന്നുമല്ല നോക്കുമായിരുന്നു. അവൻ ഒരു നിവൃത്തിയില്ല. അവന്റെ പൈസ കിടക്കുന്നത് അവിടെ. അതിനെ എടുത്ത് ചിലാക്കാക്കോ അവന് വേറെ ഒരു മേൽക്കതിയില്ല. ഇത്ര പൈസയും ഉണ്ട് 2 പേരിക്കും കൂടെ, വേറെ മേൽക്കതിയും ഇല്ല. പിന്നെ എന്ത് ചെയ്യും? ഇവിടെ വെച്ചാണോ അവര് തീ കൊളുത്തിയത്? ഇവിടെ വെച്ചാണ് തീ കൊളുത്തിയത്. അന്ന് അമ്മയോട് ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ പപ്പടം കൊണ്ടുപോയിരുന്നു. അത് ശരി. അന്ന് ഇങ്ങനെ പോലീസ് വന്നപ്പോൾ ഇവര് മണ്ണെണ്ണ ഒഴിച്ച എന്തരാണെന്ന് ആരും വേണ്ടെന്ന് പറയും ആളുകളെ. അമ്മച്ചേ ഇന്ന് പപ്പടം വേണ്ട, പപ്പടം ഇരിക്കണം, അവരെ വാങ്ങിക്കാൻ. അത് ഇങ്ങനെ ഈ കാലിനും കൈക്കും ആരോഗ്യം ഉള്ളപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റുമ്പോഴല്ലേ ഈ പരിപാടി പറ്റുള്ളൂ. അത് അത്രേ ഉള്ളു.
അത് ഈ ഇടയ്ക്ക് വീഴുന്ന് ഞാൻ കൈയൊക്കെ ഒടിഞ്ഞ് കിടന്ന് എനിക്ക് നടക്കാനൊന്നും പറ്റാതെയൊക്കെ ഇരുന്ന് പിന്നെ ഒരു പാടുപെട്ട് എങ്ങനെയൊക്കെ തത്തിപ്പത്തി അഴിച്ചത്. സത്യമായിട്ടും തന്നെ 5000 രൂപ ഒരു സന്യാസി എന്ന് അത് എൻ്റെ രാജന് എന്നെ ചിലവാക്കി. രാജൻ ആശുപത്രി കൊണ്ടുപോയി മെഡിക്കൽ കോളേജ് കൊണ്ടുപോയപ്പോഴ് രാജന് വേണ്ടിയിട്ട് ചിലവാക്കി. കേക്കടോ, രാജന് വേണ്ടിയാണ് ചിലവാക്കിയത് 5000 രൂപയും ഒരു സന്യാസി എന്ന് കാവ്യ വസ്ത്രമൊക്കെ ഉടുത്ത് ഇവിടെ വന്ന് കട്ടിലിരുന്നും കൊണ്ട് ഒരു ചെക്കൻ്റെ കയ്യിൽ തന്ന 5000. സ്വാമി അതൊന്നും എനിക്ക് ചെങ്കല എന്താ അതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. രാജൻ മരിച്ച സമയം. അമ്മ ഇത് അന്ന് നടക്കാൻ ഈ കാരണം എന്താണ്? തലേ ദിവസം അങ്ങനെ അറിയിച്ചിരുന്നോ ഇങ്ങോട്ട്? എന്തോ അതിനെ പറ്റിയൊന്നും എനിക്കറിഞ്ഞൂടാ സത്യം. എൻ്റെ അടുത്ത് ഒരു കാര്യവും പറയൂല. എൻ്റെ അന്ന് വാർത്തയിൽ കണ്ടത് ഇവര് ഇവിടെ അന്ന് മതിലൊന്നുമില്ല, മതിലുണ്ട്, പോലീസ് വന്ന് നിൽക്കുന്നു, ഇവര് ദേഹത്തേക്ക് എന്തോന്നാ ഒഴിക്കുന്നു. ഒഴിച്ചുടനെ തന്നെ പിന്നെ ഇതങ്ങ് തീയങ്ങ് പിടിക്കുകയായിരുന്നു. അത് പോലീസ് തട്ടിയെന്നാണ് പറയണത്. ഇവരുടെ കയ്യിൽ ലൈറ്റർ ഇരുന്ന്, പക്ഷേ അത് തട്ടിയത് നെഞ്ചത്തോട്ടായി. അങ്ങനെ ഇവ ഇങ്ങനെ വെച്ചോണ്ട് നിന്നു വന്ന് അടിച്ച് അങ്ങ് കത്തി എന്നാണ് പറയുന്നത്. മരിച്ചത് ഇല്ല, ഹോസ്പിറ്റലിൽ 6 ദിവസം കിടന്നു. അപ്പൊ ഈ രണ്ടുപേരും ഒരുമിച്ച് മണ്ണെണ്ണ ഒഴിച്ച് നിൽക്കുകയായിരുന്നു. എങ്ങനെയാന്ന് ഞാൻ ഒരുമിച്ചാണല്ലോ തീ കത്തിയത്. അതെ, ഞാൻ കണ്ടില്ലല്ലോ. വീഡിയോയിൽ അങ്ങനെയായിരുന്നു. ഞാൻ കണ്ടില്ലല്ലോ. ഒരുമിച്ചാണ്. എനിക്ക് എന്ത് പറയാൻ പറ്റും? ഞാൻ കണ്ടില്ല. പണ്ട് ഈ വലിയ മതിലുണ്ടായിരുന്നു. ഇത് ഉണ്ട്. 1 രൂപ എനിക്ക് ആരും തന്നില്ല. ആളുകളെല്ലാരും പറയുന്നത് നിങ്ങൾക്ക് കോടികൾ കിട്ടിയല്ല, ഇത് വാങ്ങിച്ച് തിന്നും കൊണ്ടിരുന്നോളി. എനിക്ക് എന്നെ തൊഴിലുറപ്പിന് ഞാൻ തൊഴിലുറപ്പിന് പോകും കേട്ടല്ല. ഈ തൊഴിലുറപ്പിന് പോലും ഇപ്പൊ എന്നെ നിർത്തണില്ല. നമുക്ക് കോടി കിട്ടിയെന്ന് ആർക്ക് കിട്ടിയോ എവിടെ കിട്ടിയോ എനിക്ക് ഒരു പ്രയോജനമില്ല. അവിടെ കയറി കിടക്കുകയും ഇരിക്കുകയും ഒക്കെ. രണ്ടുപേരും ഫോട്ടോ ഉണ്ടായിരുന്നു, അത് കാണും. ലക്കി, ഈ കല്ലറയിൽ ആരാ ഉള്ളത്? പറ. മനുഷ്യരെക്കാൾ ബോധമുണ്ട്. ഈ കല്ലറയിൽ ആരാ ഉള്ളത്? അത് കണ്ടിട്ടില്ല. നീ കല്ലറയിൽ പോയി നക്കുന്നുണ്ടല്ലോ ലക്കി. നീ എന്തിനാ കല്ലറയിൽ പോയി നക്കിയത്? പറ, ആരാ ഉള്ളത് അതിൻ്റെ അകത്ത്? നിനക്കറിയാമോ ആരോ ഉണ്ടല്ലേ? നീ സുന്ദരിയാണല്ലോ. ആണോ പെണ്ണത്? ഇത് പെണ്ണ്. സുന്ദരി കുട്ടിയാണല്ലോ. ലക്കി എന്നാണ് പേര്. ലക്കി, എന്താ കുളിക്കാത്തത്? എന്നാ ഈ പഞ്ഞു പോലത്തെ മുടിയൊക്കെ നല്ല ഭംഗിയായനല്ലോ. അത് രഞ്ജത്ത് വേണമെങ്കിൽ ഞാൻ കുളിപ്പിച്ച്. അവനെ കുളിപ്പിക്കൂ, വേറെ ആരും ഇവിടെ കുളിപ്പിക്കൂല്ല. അവനാകെ വിഷമം. ഞാൻ അവനെ കാണാനാ വന്നത്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാലേ, ഈ സമയത്ത് എല്ലാം പ്രവർത്തിക്കുന്നതും പറയുന്നതും ഒക്കെ യാന്ത്രികമായിരിക്കും. അവന് ഒരു ടെൻഷൻ അങ്ങായിപ്പോയി, അറിയാതെ പറയുന്നവയാണ് കേട്ടോ. അവനങ്ങ് ടെൻഷനായി. കാരണം ആരും ഇല്ലാന്നൊരു തോന്നല്ല ഇപ്പൊ ഉള്ള. ഇവിടെ വന്നത്. അവന്റെ നമ്പർ എന്തെങ്കിലും ഉണ്ടോ? വിളിച്ചിട്ട് വരാൻ. നമ്പർ എന്തെങ്കിലും നമ്പര് ഉണ്ട്, എനിക്ക് പറഞ്ഞാനൊന്നും അറിഞ്ഞൂടാ. ഇനി എന്ന് വരുവാവോ? അതറിഞ്ഞൂടാ. ഇനി വിളിക്കൂല ഇപ്പോഴല്ലേ? കാരണം ചിലപ്പം മെന്റൽ ആശുപത്രിയിൽ കാണിക്കുമെന്നുള്ളത് അറിഞ്ഞൂടാ. അങ്ങനെ വയലന്റ് ആയി. അത്രയ്ക്ക് വയലന്റ് ആയി. ഓ, അത് ശരി. വയലന്റ് ആയി. എനിക്ക് വയലന്റ് ആയെന്ന് പറഞ്ഞാൽ ഇത് അടിച്ചു പൊട്ടിച്ചത് കൂടാതെ വേറെ എന്തെങ്കിലും സ്വയം എന്തെങ്കിലും ചെയ്യാനൊക്കെ തുടങ്ങിയോ? അങ്ങനെ ഒന്നും ചെയ്യാൻ തുടങ്ങിയില്ല. അങ്ങനെ ഒന്നും ചെയ്യാൻ തുടങ്ങിയില്ല. പിന്നെ കൊണ്ടാര മതില് പൊട്ടിക്കണമെന്ന് പറഞ്ഞാണ് ചാടിയത് ആദ്യം. ഒടുക്കം പിന്നെയാണ് ഇതിൽ അങ്ങ് നിന്നത്. കല്ലറ മൊത്തത്തില് പൊട്ടിച്ചു. അപ്പുറത്തതായിരുന്നു. അപ്പുറത്തെ രാജൻ, ഇപ്പുറത്തെ അമ്പിളി. ഇവർക്ക് എത്ര വയസ്സുണ്ടായിരുന്നു അന്ന് മരിക്കുമ്പോ? രാജന് 48 വയസ്സുണ്ടായി. 48 വയസ്സൊക്കെ ഒരു വയസ്സാണോ? 48 വയസ്സൊക്കെ ഒരു വയസ്സാണോ? അപ്പൊ അമ്പിളിയായതിനേക്കാൾ ഒരുപാട്. ഇത് ആര് ചെയ്ത? ഇത് അത് എന്റെ മോൻ രാജൻ ചെയ്താണോ? വിൽക്കാൻ വേണ്ടി ചെയ്തത്. ഇത്രയും നല്ല ശില്പിയായിരുന്നു. പിന്നെ അവ ശില്പി അതല്ലേ ജാറക്കണക്കിന് തടി വരണമെന്നും കൊണ്ടിട്ട് എവിടെ ചെന്നവൻ വാങ്ങിച്ചത്? പുള്ളി വരച്ച ചിത്രങ്ങളും ഇരിപ്പുണ്ടോ? അതെ, ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. മറ്റൊക്കെ വിറ്റി നേരത്തെ. അത്ര നല്ല കഴിവുള്ള ആള്. കളവ്, പിന്നെ വില്ലത്തിന്റെ കട്ടള ഒക്കെ ഉണ്ടാക്കുമായിരുന്നു. പൂവൊക്കും കലവിലുള്ള പൂ അതിങ്ങോട്ട് നീക്കി വെച്ച മാസ്മുഖത്തിന്റെ പിന്നെ അങ്ങോട്ട് വയ്ക്കാം. ഇവിടെയാണ് അദ്ദേഹം പിടഞ്ഞ് വീണത് അല്ലേ? ഓർമ്മയ്ക്കായിട്ടുള്ള
ശില്പിയന എൻ്റെ വാല് മുറിച്ച് പോയി. ഇത് നല്ല പെർഫെക്ഷനാണിത്. ഞാനും ശില്പിയാണേ, അതുകൊണ്ട് നല്ല പെർഫെക്ഷൻ ആയിട്ടാ ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ, രാജന ജീവിക്കാൻ സമ്മതിച്ചില്ല. ലക്കി പൊയ്ക്കോട്ടെ, അങ്കിള് പൊയ്ക്കോട്ടെ മോളെ. വരുന്നാ നീ? ലക്കി നീ വരുന്നാടി? വരുന്നാ? രാജന മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോഴേ ഞാൻ മുകളിലന്ന് പപ്പട കമ്പനിയിലന്ന് 5000 രൂപ വാങ്ങിക്കൊണ്ടാണ് പോയത്. ആ ശില്പി തന്ന പൈസ, ശില്പി എന്ന് പറഞ്ഞാൽ ഒരു താടി ഒക്കെ ഉണ്ടായിരുന്നു, ഒരു സന്യാസി എന്ന് എനിക്ക് തോന്നുന്നു. കാവ്യ വസ്ത്രമാണ് ഉടുത്തോണ്ട് വന്നത്. അയാളാണ് 5000 രൂപ തന്ന്. ആ പടം വരച്ചതാരാ? ഏത് പടം? അത് രഞ്ജിത്ത്. അവനും ആർട്ടിസ്റ്റാണ്. വാ, അത് രഞ്ജിത്തിന്റെ ജോലി. എന്തായാലും അമ്മ ഈ പറയുന്നത് ഞാൻ ഇടും, കാരണം അമ്മയുടെ അവസ്ഥ മനസ്സിലാവണം. ഇങ്ങനൊരാൾ ഉള്ളത് ആർക്കും അറിയില്ല. അറിയോ? എല്ലാവർക്കും അറിയാം രാജന്റെ, പിന്നെ അമ്മ അറിഞ്ഞൂടെ? അമ്മ അറിയാം, അമ്മ എവിടെയാണെന്ന് അറിയത്തില്ല, അമ്മയുടെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. അവസ്ഥ എന്താന്ന് ആർക്കും അറിയാക്കൂല. അത് ഈ പപ്പടം കൊടുക്കുന്ന വീട്ടുകാർക്ക് പോലും അറിയാൻ പറ്റൂല. ഞാൻ നല്ല റെസ്പെക്റ്റിലാണ് പോണത്. ഇവിടെ ഒന്ന് എടുക്കട്ടെ, വരുന്ന പുറത്തു ഞാൻ പോണതേ ഈ വീട്ടിൽ നിൽക്കും പോലെയല്ല, ഞാൻ നല്ല റെസ്പെക്റ്റിലാണ് പോണത്. തിന്നാലും തിന്നില്ലെങ്കിലും പിന്നാത്ത ഇത് കാണിക്കൂല. നിറയെ മുളക് കല്ലറുടെ മേളിൽ നിൽക്കുന്നത് വേണ്ട. നല്ല എരിയനാണ് രാജൻ കൊണ്ടുവന്ന മലപ്പുറത്തൊന്നും. രാജൻ കൊണ്ടുവന്ന രാജൻ കൊണ്ടുവന്ന മുളക് ആ ഓർമ്മയ്ക്ക് വേണ്ടിട്ട് നല്ല പടർന്ന് പന്തലിച്ച്. അല്ല, അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഒരിക്കലും മക്കൾ കെടുത്തി കളയല്ലേ. രാജൻ മലപ്പുറത്തൊന്ന് കൊണ്ടുവന്നത്. ആ ഫോട്ടോ ഒന്നും ഇല്ലല്ലോ. ആരുടെങ്കിലും ഉണ്ടോ ഫോട്ടോ? അവൻ രാജണ്ണന്റെ ഫോട്ടോ ഫോട്ടോക്കെ ഉണ്ട്. ഇവിടെ ആദ്യത്തെ വർക്ക്ഷോപ്പ് വെച്ചിരുന്ന എവിടെയായിരുന്നു? തടി വർക്ക്ഷോപ്പ്, കൊത്തുപണിയൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്. ആണോ? അല്ലാതെ ഇവിടെ ഒന്നും അങ്ങനെ ഒന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ വരി, രാജൻ താമസിച്ച വീട് കാണാം. അവിടെ 2 കുഞ്ഞ് മുറിയാണ്. 35,000 രൂപ എനിക്ക് കിട്ടി. അന്ന് ഈ രാജ ഇവിടെ ഇല്ല, നാട് വിട്ടൊക്കെ പോയിരുന്നു. ആ സമയത്ത് കിട്ടിയതാണ്. ഞാനും എൻ്റെ അമ്മയും കൂടെ പട്ടിണി കിടന്നാണ് ആ വീട് ഇത്ര വിലാക്കി. പിന്നീട് രാജൻ വന്ന് കുറച്ച് പണിയൊക്കെ ചെയ്ത് ഞാൻ കെട്ടി മാത്രമേ ഇട്ടുള്ളൂ വാർത്ത്. ബാക്കി പണിയെല്ലാം ചെയ്തത് എൻ്റെ രാജനാണ്. ഇവരും നിങ്ങളുടെ സഭയിലൊക്കെ ഉള്ള ആൾക്കാരാണോ? നിങ്ങളുടെ സഭയിലെങ്ങാനും ഉള്ളതാണോ? ഇല്ല ഇല്ല, സഭയിലൊന്നും വരില്ല, പള്ളിയുമായിട്ട് ഉണ്ടാവില്ല. അല്ല, അവിടെ എന്തോ ജീസസിന്റെ കന്യാമറിയത്തിന്റെ അമ്പലം കാണുന്നിടത്ത് കുളിക്കും, കോവല് കാണുന്നിടത്ത് കുമ്പിടും, ഇല്ല അങ്ങ് കുളം കാണുന്നിടത്ത് കുളിക്കും. അങ്ങനെയുള്ള ഇത്. ഇതാണ് എൻ്റെ കുടുംബം. ഈ വീട്. വാ, ഇതിപ്പോ മോക്കാണ് വെച്ചത്. ഇത്ര അല്ല, മറ്റത് ഷീറ്റ് അതെല്ലാം ചോർന്ന് നനഞ്ഞ് അതും പഞ്ചായത്തുകാരടുത്ത് അവിടെ അത്രയും ശരിയാക്കാൻ കേട്ടിട്ട് തറന്നില്ല. അങ്ങ് വെള്ളം അടുക്കള എല്ലാം. ഇത് എത്ര സെന്റ് ഉണ്ട് ഈ വീട്? ഇത് 5.5. അമ്മ ഇപ്പൊ ഇവിടെയാണോ താമസിക്കുന്നത്? ഞാൻ അവിടെയാണ് താമസം. ഞാൻ ഇതിപ്പോ ഇവിടെ വെച്ചാണ് രാജൻ ഇത് ചെയ്തോണ്ടിരുന്നത്. ഇവിടെ ഈ മിറ്റത്തിട്ട്. അന്ന് ഇതുപോലെ ടാർപ്പയൊന്നും കെട്ടൂല്ല. ടാർപ്പ ഇതിപ്പം പിള്ളേർ കെട്ടിയത്. രാജന് അതൊന്നും ഇഷ്ടമില്ല. ഈ സ്ഥലപ്പേര് ഏതാ? നെട്ടത്തോട്ടം. നെട്ടത്തോട്ടം. നെട്ടത്തോട്ടം ലക്ഷം വീട്. ഇപ്പൊ ലക്ഷം വീടെന്ന് പറയില്ല, ഉന്നതി എന്ന് പറയണം. നെട്ടത്തോട്ട ഉന്നതി അല്ലേ? ഉന്നതിയാ എന്നാ പറയണേ. കോളനി എന്ന് പറയത്തില്ല, ലക്ഷം വീടെന്ന് പറയത്തില്ല. ഇപ്പൊ ഈ മരമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ എന്താണ്? ഇഷ്യൂ മുറിച്ച് മാറ്റി കൊടുക്കണം. അത് അങ്ങോട്ട് വീഴുവട്ടാണോ? അങ്ങോട്ട് വീഴുമെന്നാണോ പറയണത്? അത് വീഴുമെന്നും പിന്നെ കരിയില വീഴണമെന്നും ഇതൊക്കെയാണ് പറയണത്. കരിയില വീഴുന്നു. അത് കണ്ട് ഇത് ആരുടേതാണ്? ഇപ്പം നമ്മുടെ അല്ലല്ലോ ഇത്. ഇത് ഈ വീട്ടില്. ഇത് ആ വീട്ടുകാരത് എന്ന് കണ്ടില്ല ഇവിടെ. ഇതാണ്ട ഈ മരം മുറിച്ച് മാറ്റണമെന്നാണ് പറയണത്. ഈ ആയത്
ഇവിടെ നിൽക്കണ എല്ലാ മരവും മുറിച്ച് മാറ്റി കൊടുക്കണം. ഇതൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞ് എന്നെ അങ്ങ് മുകളിലത്തേക്ക് അയച്ചത്. ഇപ്പം ഇവിടെ ആരുമില്ല. ആരുമില്ല. 3 തടിയ ആ മക്കളുണ്ട്. ഇവർക്ക് ജീവിക്കാൻ വേണ്ടുന്ന സൗഭാഗ്യം ദൈവം കൊടുത്തു. പക്ഷെ പ്രയോജനം തരി പാവങ്ങളെ ദ്രോഹിക്കാനേ ഉള്ളു. മക്കളും അതെ, അമ്മയും അതെ. അല്ലേ മക്കള് പറയണം. അപ്പൊ ഞാൻ പൊയ്ക്കോട്ടെ. പോയി വരും. എന്നെ മന്ദബുദ്ധി എന്ന് വിളിച്ചോളാം. മോശമായിപ്പോയി. ഇത് ഏത് മന്ദബുദ്ധി പറയണത് പിന്നെ മനസ്സിലായി. ഇത് ഒന്നും മനസ്സിലാവാത്ത മന്ദബുദ്ധി എന്നൊക്കെ വിളിച്ചു അല്ലേ? അടി തരാത്ത ഭാഗ്യം. അതെ, പറഞ്ഞ മനസ്സിലായില്ലെങ്കിൽ തല്ലുമായിരുന്ന? അങ്ങനെ തല്ലു. ശരി. അപ്പൊ ആരെങ്കിലും ഇത് കാണട്ടെ, കണ്ടിട്ട്. ന്യായവും നീതിയും ഒക്കെ സാധുക്കൾക്കു വേണ്ടിയും സത്യത്തിനു വേണ്ടിയും നിലകൊള്ളുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം. ശരിയുടെ ഭാഗത്ത് നിന്ന് തന്നെ എല്ലാ സംവിധാനങ്ങളും ചിന്തിക്കട്ടെ. ഭൂമിയുടെ അവകാശം എന്തിൻ്റെ പേരിലായാലും ജനിച്ച എല്ലാവർക്കും ഉള്ളതാവണം എന്ന് രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഞാനും പറയുന്നു. ഒരു ഉറുമ്പിനും പഴുതാരയ്ക്കും എന്ന പോലെ മനുഷ്യനും കയറിക്കിടക്കാൻ, അവൻ്റെ ജീവിതത്തിൽ ഉടനീളം മരണം വരെ തലചായ്ക്കാനൊരിടം എല്ലാവർക്കും വേണ്ടതല്ലേ? പണമില്ലാത്തത് ഒരു തെറ്റല്ലല്ലോ. ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കാൻ ഉള്ള അറിവില്ലാത്തതും ഒരു തെറ്റല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല ഇതിലെ ശരി തെറ്റുകളെക്കുറിച്ച് പറഞ്ഞിടാൻ. പക്ഷേ ഒന്നു മാത്രം അറിയാം, ഇവരുടെ കണ്ണുനീര്, ആ കണ്ണുനീരിൻ്റെ ഉപ്പ് കലർന്ന ചില ശബ്ദങ്ങൾ, പ്രതികരണങ്ങൾ, അവയൊക്കെ വൈകാരികമാണ്. നേരത്തെയും ഞാൻ പറഞ്ഞതാണ്. ആദ്യമായിട്ട് ഇവിടേക്ക് വരുമ്പോൾ എന്നോടും അമ്മ ദേഷ്യപ്പെട്ടു. അത് മറ്റൊന്നിനും കൊണ്ടല്ല, ആരും സഹായിക്കാനില്ല, ആരുമില്ല എന്നൊരു തോന്നലിൽ നിന്ന് വരുന്ന ഒരു ഒറ്റപ്പെടലിൽ മനസ്സ് വേദനിക്കുന്നവരോടൊപ്പമാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് എന്നൊരറിവും നമുക്കുണ്ടാവണം. ആ ഒരു ബോധമുണ്ടാവണം. ഒരു തരി മണ്ണ് ഈ ഭൂമിയിൽ ആ രഞ്ജിത്തിനും രാഹുലിനും ഇല്ല എന്ന് ഈ അമ്മ പറയുന്നു. തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയെ മനസ്സിൽ കണ്ടുകൊണ്ടാവണം ആ കുട്ടി ചില പ്രൈം ചാനലുകൾക്ക് ഇന്ന് ഇൻ്റർവ്യൂ കൊടുത്തത്. എല്ലാത്തിനോടും അവൻ പ്രതികരിച്ചത് ആ വിഷമം കൊണ്ടാവണം. ഇവർക്കൊരുപാട് പറയാനുണ്ട്. നമുക്ക് വീഡിയോ ഒത്തിരി ലെങ്താവുകയാണ്. ഇവിടെ നിന്ന് പോകാനും സമയമാകുന്നു. നമുക്കിവിടെ നിന്ന് പോകാം. ഉള്ളത് വെച്ച് അങ്ങ് കഴിഞ്ഞ കൂടാ. എനിക്ക് പിന്നെ തോന്നെ വേണ്ടല്ലോ. ഒരുപാട് അലച്ച് തളരണ്ടാട്ടോ. അപ്പൊ ഞാൻ പോയിക്കോട്ടെ. ഞാൻ ഇത് വീഡിയോ ഇടുവേ, കുഴപ്പമില്ലല്ലോ. പിന്നെ ആളുകൾ ശല്യം ചെയ്ത് വരൂല്ലേ? ഇനിയും മാധ്യമപ്രവർത്തകരൊക്കെ വരില്ലേ എന്നും അവരോട് ഞാനെന്തു പറയാനാണെന്നും എനിക്കിതെല്ലാം പറയാൻ പേടിയാണെന്നും ആണ് അമ്മ പറയുന്നത്. കാരണം അവർക്ക് ഈ പ്രായത്തിൽ 70 വയസ്സ് കഴിഞ്ഞു. ജോലി ചെയ്ത് ജീവിക്കാനുള്ള ത്രാണി പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണ്. എന്തു പറയണമെന്ന് എനിക്കും അറിയില്ല. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ്. അങ്ങ് മങ്ങിയ കാഴ്ചയിൽ വീണ്ടും ആ ലക്കി എന്ന് പറയുന്ന സുന്ദരിയായ നായ്ക്കുട്ടി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന കല്ലറയിൽ കറങ്ങി നടക്കുകയാണ്. സ്നേഹപൂർവ്വം സാഫ്രോൺ.